ഇത് ഒരു സിനിമാ നിരൂപണമല്ല, സിനിമയുടെ സ്പോയിലറുമല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒത്തിരിയേറെ വിവാദങ്ങൾക്ക് കാരണമായ ഒരു ചലച്ചിത്രമാണ് ജാനകി വെസ് സ്റ്റേറ്റ് ഓഫ് കേരള. ജാനകി എന്ന പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ ഒരു ദുരിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ അവൾക്ക് അപരിചിതനായ ഒരു സുഹൃത്തും അയാളുടെ സഹോദരിയും തുണയായി എത്തുന്നു. പൂർണ്ണമായും ജീവിതത്തിൽ തകർന്നുപോയ ജാനകിയെ ആ സുഹൃത്ത് പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഒരിക്കൽ തൻ്റെ റൂമിൽ വിഷമിച്ചിരിക്കുന്ന ജാനകിയുടെ മേശയിൽ അയാൾ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും മുകളിലായി വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്, ഇക്കിഗായ്. യൂട്യൂബിൽ ഒത്തിരിയേറെ ആളുകൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് വളരെ നന്നായി പറയുന്നുണ്ട്. കോവിഡ് കാലത്ത് ഒത്തിരിയേറെ മനുഷ്യർക്ക് ജീവിക്കാൻ പ്രചോദനം നൽകിയ ഗ്രന്ഥമാണിത്, ഇക്കിഗായ്. ഈ വാക്കിൻ്റെ അർത്ഥം റഫ്ലി ദ ഹാപ്പിനെസ് ഓഫ് ഓൾവേസ് ബീയിങ് ബിസി. എൻ്റെ ഇടവകയിലെ ഒരു തീഷ്ണമതിയായ വൈദികനെ എനിക്കറിയാം. ഏത് കാര്യവും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വൈദികനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരിക്കൽ ഒരു ഉച്ചനേരം തൻ്റെ പച്ചക്കറിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ അച്ഛൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. ബ്രദറെ, ഞാൻ എൻ്റെ തിരുപ്പട്ടത്തിന് ഈശോയോട് എന്താണ് പ്രാർത്ഥിച്ചതെന്ന് അറിയാമോ? നിശബ്ദനായി നിന്ന എന്നോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എപ്പോഴും പ്രവർത്തന നിരതനാകാനുള്ള കൃപ തരണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അന്ന് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. എന്നാൽ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ മുൻപിലിരുന്ന് ഇക്കിഗായുടെ അർത്ഥം തിരിയുമ്പോൾ ആ വാചകത്തിൻ്റെ ആഴം മനസ്സിലാകുന്നു. ദ ഹാപ്പിനെസ് ഓഫ് ഓൾവേസ് ബീയിങ് ബിസി. ഇന്ന് ഓഗസ്റ്റ് 4. ദൈവത്തിനും മനുഷ്യനും വേണ്ടി ഓരോ നിമിഷവും തിരക്ക് പിടിച്ച് ഓടി നടക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു നല്ല വൈദികൻ്റെ ഓർമ്മകൾ ലോകം അനുസ്മരിക്കുന്ന ദിനം. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ. എൻ്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു എന്ന വചനം ജീവിതത്തിൻ്റെ അന്ത്യം വരെ പ്രാവർത്തികമാക്കിയ വൈദികനാണ് വിയാനി പുണ്യാളൻ. ദിവികാരുണ്യനാഥനോട് ചേർന്നിരുന്ന് ലഭിക്കുന്ന പ്രകാശത്തെ കുമ്പസാര കൂടുകളിൽ മണിക്കൂറുകളോളം ഇരുന്ന് അനേകായിരങ്ങളുടെ കണ്ണീരൊപ്പാനുള്ള വഴിയായി അദ്ദേഹം മാറ്റി. വിയാനി പുണ്യാളനെ പോലെ ലോകത്തിൻ്റെ ദീപമായി എന്നും എരിഞ്ഞില്ലാതാകുന്നതിൽ ആനന്ദം കണ്ടെത്താൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ വൈദികർ. വൈദികരുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് ഈ തിരുനാളിൽ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒപ്പം നിരവധി യുവഹൃദയങ്ങൾ വിയാനി പുണ്യവാളൻ നടന്ന വഴിയിലൂടെ നടക്കാൻ മുന്നോട്ട് വരുന്നതിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.